അപ്പോൾ നമ്മളെപ്പോഴും താഴോട്ട് ഇറങ്ങി ചെല്ലണം. താഴേക്ക് നോക്കില്ല, എപ്പോഴും മുകളോട്ടേ നോക്കുകയുള്ളൂ. മറ്റുള്ള ഹൃദയം അറിയുന്നില്ല. കുഞ്ഞുങ്ങൾക്കൂടെ മൂല്യങ്ങൾ കൊടുക്കണം. ഇപ്പം മൂല്യം കൊടുത്താലും അവർ ചിലവർ തിരിഞ്ഞ് കുറേക്ക് പോയാലും ഉള്ളിൽ കിടക്കുന്നുണ്ട്. തീപ്പൊരു പോലെ ഉള്ളിൽ അണയാതെ കിടപ്പുണ്ട്. അതിൻ്റെ കുറച്ച് ചാരം വീണാലും പിന്നെ അവർ കൊതിച്ച് പിന്നിൽ തിരിഞ്ഞ് വരുന്നവരുണ്ട്. ആൾക്കാർ തിരിഞ്ഞു വരും, പിന്നെ ആത്മീയത്തിൽ തിരിഞ്ഞു വരും. ഇപ്പോൾ കുട്ടികളിൽ ചെറുപ്പത്തിൽ തന്നെ അമ്മമാർ കൊടുത്തിരിക്കണം. അവർക്ക് കാറോ സ്കൂട്ടറൊക്കെ മേടിച്ച് കൊടുത്തു. പക്ഷേ നിർബന്ധമായും ആത്മീയത മനസ്സിലാക്കി കൊടുത്താലേ അവിടെ മനസ്സിനെ എയർ കണ്ടീഷനാക്കാൻ പറ്റുള്ളൂ. മറ്റു സ്വർണം കൊണ്ടുള്ള കൊട്ടാരം കൊടുത്താലും മനഃശാന്തി ഉണ്ടെങ്കിലും ഉറങ്ങാനൊക്കെ ഉള്ളൂ. മറ്റവൻ്റെ വേദന അറിയണം, കഷ്ടപ്പാട് അറിയണം. അതുകൊണ്ട് അങ്ങനെയും മനസ്സിലാക്കി ചോദിക്കുന്ന എല്ലാം കൊടുക്കുന്നതല്ല, തത്വം കൂടെ മനസ്സിലാക്കി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണം. എപ്പോഴും ഏത് കഷ്ടത്തിലും ഏത് പരിധി വന്നാലും പരമാത്മാവിനെ മുറുകെ പിടിക്കുക. നല്ല ബിസിനസ് ചെയ്ത് ധാരാളം പണം സമ്പാദിക്കുന്ന ആളാണ്. പക്ഷെ ഇതേക്ക് ഒരു ദുർസ്വഭാവമുണ്ട്. കുതിരപ്പന്തയത്തിൻ്റെ ഇടയ്ക്ക് പോകും. അവർ ദുർബലതാണെന്ന്. അതിൽ പൈസ വെച്ച് അവസാനം കടത്തിൻ്റെ എത്തി. അപ്പോൾ എല്ലാം വിറ്റാലും കടം തീരാത്ത രീതിയിലായി. ഒരു വഴിയില്ല. ബിസിനസ്സും ഉണ്ട്, കുറച്ച് അല്ലേ വരവ് ഉള്ളൂ. അപ്പം നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കഷ്ടത്തിലാവും. ആ ഭർത്താവ് പറഞ്ഞു, ജീവിക്കുന്നതിനേക്കാളും മരിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ ഭാര്യ പറഞ്ഞു, നമ്മളെങ്ങനെ പണക്കാരായി, പ്രയത്നിച്ചല്ലേ പണക്കാരായത്. ആ പണം കൂടിയപ്പോഴാണല്ലോ നിങ്ങൾ ഈ കുതിരപ്പന്തയത്തിന് പോയി പൈസ കൊണ്ടക്കളഞ്ഞിങ്ങനെ ദുഷിച്ച സ്വഭാവമൊക്കെ വന്ന് പൈസയൊക്കെ കൊണ്ടക്കളഞ്ഞത്. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ കടം മേടിച്ച് പോകുന്നൊന്ന് കുതിരപ്പന്തയത്തിൽ പോകുന്ന നിർത്തിക്കൂടെ എന്ന് ചോദിച്ചു ഭാര്യ. ഞാൻ കുതിരപ്പന്തയത്തിൽ പോകുന്ന നിർത്താം, പക്ഷെ ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ പോവാണ്. നീ ആഡംബര വസ്ത്രങ്ങളൊക്കെ വാങ്ങുമല്ലോ, അത് നിർത്തിക്കൂടെ എന്ന് ചോദിച്ചു. ഞാൻ നിർത്താം. ഇപ്പം നിങ്ങൾ കാറുണ്ട്, ഡ്രൈവറെ വെച്ചിരിക്കുന്നുണ്ടല്ലോ, നീ കാർ ഓടിക്കാൻ അറിയാമല്ലോ, ഡ്രൈവറെ ഇട്ടിട്ട് നിങ്ങൾ തന്നെ വണ്ടി ഓടിച്ചൂടെ? അപ്പം നമുക്ക് അത്ര പൈസ ഇല്ലല്ലോ, ഇപ്പം അങ്ങനെ ശ്രദ്ധിച്ചാൽ പോരെ. ഭർത്താവാണ് ശരി. നീ ഒരു കാര്യം, നീ ഇവിടെ ജോലിക്കാരെ വെച്ചിരിക്കുന്നുണ്ടല്ലോ, ആ ജോലിക്കാരെ ഒഴിവാക്കി നീ തന്നെ ഭക്ഷണം പാചകം ചെയ്യേണ്ടതല്ലേ, നമ്മൾ ഇത്ര പേരല്ലേ ഉള്ളൂ. ശരി, ഞാൻ ജോലിക്കാരെ ഒഴിവാക്കാം. നിങ്ങളുടെ കാറ് കൂടിയ കാറാണല്ലോ, ആ കാറ് വിറ്റാൽ ഇത്ര രൂപ കിട്ടും. ആ കാറ് വിറ്റിട്ട് കുറച്ച് പൈസ കൂടെ മേടിച്ചിട്ട് സാധാരണ കാർ മേടിക്കാൻ പറയും. അപ്പോൾ ശരി, ഞാൻ വിറ്റിട്ട് സാധാരണയുള്ള കാർ മേടിക്കാം. പക്ഷെ ഒരു കാര്യം, നീ നിൻ്റെ കാറ് വിറ്റിട്ട് എൻ്റെ കാറിൽ യാത്ര ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഒരു കാർ ഇപ്പം അത് ചെയ്യാമോ? അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും പരസ്പരം പറഞ്ഞത് കേട്ട് ആഡംബരം ഒഴിവാക്കിയിട്ട് രണ്ടുപേരും നമുക്ക് ബിസിനസ്സിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞു. ഭാര്യ പറഞ്ഞപ്പോൾ ഓ ശരി, ശ്രദ്ധിക്കാം. ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവൻ വളരെ ഉയർച്ചയുണ്ടായി. പഴുതിനേക്കാളും പണം സമ്പാദിക്കാൻ പറ്റി. നേരത്തെ മറ്റുള്ളവരെ നോക്കുമ്പോൾ ഭയങ്കര പാവപ്പെട്ടവരെ കണ്ട ഒരു പുച്ഛമാണ്, പിന്നെ പണക്കാരുടെ കൂട്ടുകൂടുകയുള്ളൂ, അങ്ങനെ കൂടെ സഞ്ചരിക്കുകയുള്ളൂ, അതേ കാറുള്ള സ്റ്റാറ്റസുള്ള ആൾക്കാരുടെ കൂടെ യാത്ര ചെയ്യത്തുള്ളൂ, അതുപോലുള്ള ക്ലബിൽ ആൾക്കാരുമായിട്ട് ഫ്രണ്ട്സാണ്. ഇവർക്ക് നഷ്ടവും കഷ്ടവും വന്നപ്പോൾ അന്നത്തെ ആൾക്കാർ ഇവരെ വെറുക്കാൻ തുടങ്ങി. അത്ര അടുപ്പിച്ചില്ല. പണമൊക്കെ കടം ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അടുപ്പിക്കാതായി. അപ്പം അവർ പണക്കാരെ മാത്രം നോക്കി സ്നേഹിക്കുന്നവരാണ് മറ്റുള്ളവരെന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇവർ അടുപ്പിച്ചില്ലല്ലോ, ഒരു കടത്തിലായപ്പോൾ. അപ്പോൾ ഇവരെന്ത് ചെയ്ത്, ഈ ബിസിനസ് ചെയ്തപ്പോൾ പിന്നെ താഴെ കിടക്ക ആൾക്കാരെ മനസ്സിലാക്കാൻ തുടങ്ങി. അവരുടെ തനിക്കുള്ള കഷ്ടങ്ങൾ കണ്ടപ്പോൾ ഇതുപോലാണല്ലോ താഴെ കിടക്കാരുടെയും കഷ്ടങ്ങൾ, അവരുടെ വേദന മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെയുള്ളവരോട് കൂടാൻ തുടങ്ങി. പണ്ടൊരാളെ സഹായിക്കാനൊന്നും പോകത്തില്ല, പിന്നെ ആ സാധുക്കളെ കണ്ട അവർക്ക് സഹായിക്കാൻ തുടങ്ങി.
അങ്ങനെ ഈ ബിസിനസ്സിൽ വളരെ വിജയം കിട്ടി. കാരുണ്യമുള്ളൊരു മനസ്സും ഉണ്ടായി. അവരെ എല്ലാവരെയും ആ ഗ്രാമവാസികൾ സ്നേഹിക്കാൻ തുടങ്ങി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് വാങ്ങിച്ച് ഗ്രാമവാസിക്ക് പട്ടിണി കിടക്കുന്നവരെ മനസ്സിലാക്കി ആ ഗ്രാമത്തിൽ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഗ്രാമവാസികളുടെ സ്നേഹമായി, സന്തോഷമായി. ആ കുടുംബത്തോടൊത്തും ചുറ്റുപാടുള്ളവരും അവരെ സ്നേഹിക്കാൻ തുടങ്ങി. സന്തോഷമായി ജീവിച്ച് അത്ര ടെൻഷനും ഇല്ല. മറ്റ് കൂടി കൂട്ടുകാരാകുമ്പോൾ ഇപ്പോൾ അതിനേക്കാളും കൂടുതൽ കാർ മേടിക്കണം, അതിനേക്കാളും വലിയ ഡ്രസ്സ് ഇടണം, അങ്ങനെ ഓരോന്ന് ടെൻഷൻ മാത്രമായിരുന്നു. ഇപ്പം ടെൻഷനുമില്ല. എല്ലാവരും പരസ്പരം അന്വേഷിക്കാൻ തുടങ്ങി, സ്നേഹം ഐക്യമായി. മറ്റേത് അദ്ദേഹം എപ്പോഴും അമ്പലത്തിൽ പോകത്തില്ല, കുട്ടികളെ ഇങ്ങനെ ക്ലബ്ബുകളിൽ കൊണ്ടുപോവുക, അങ്ങനെയൊക്കെയുള്ള സംസ്കാരങ്ങൾ, അതേപോലുള്ള കുടിക്കുക, നൃത്തം ചെയ്യുക, അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ദുഃഖം വന്നപ്പോൾ അമ്പലത്തിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കുട്ടികളിൽ ആ സംസ്കാരം വളർത്തി കൊടുത്തു. ആത്മീയമായി കുഞ്ഞുങ്ങളും മനസ്സിലാക്കി. മറ്റ് കുഞ്ഞുങ്ങളും മറ്റുള്ളവർ പുച്ഛമായിട്ടാണ് നീങ്ങിയത്. അപ്പോൾ നമ്മളെപ്പോഴും താഴോട്ട് ഇറങ്ങി ചെല്ലണം. താഴേക്ക് നോക്കില്ല, എപ്പോഴും മുകളോട്ടേ നോക്കുകയുള്ളൂ. മറ്റുള്ള ഹൃദയം അറിയുന്നില്ല. കുഞ്ഞുങ്ങൾക്കൂടെ മൂല്യങ്ങൾ കൊടുക്കണം. ഇപ്പം മൂല്യം കൊടുത്താലും അവർ ചിലവർ തിരിഞ്ഞ് കുറയ്ക്ക് പോയാലും ഉള്ളിൽ കിടക്കുന്നുണ്ട്. തീപ്പൊരു പോലെ ഉള്ളിൽ അണയാതെ കിടപ്പുണ്ട്. അതിൻ്റെ കുറച്ച് ചാരം വീണാലും പിന്നെ അവർ കുതിച്ച് പിന്നിൽ തിരിഞ്ഞ് വരുന്നവരുണ്ട്. ആൾക്കാർ തിരിഞ്ഞു വരും, പിന്നെ ആത്മീയത്തിൽ തിരിഞ്ഞു വരും. അപ്പോൾ കുട്ടികളിൽ ചെറുപ്പത്തിൽ തന്നെ അമ്മമാർ കൊടുത്തിരിക്കണം. അവർക്ക് കാറോ സ്കൂട്ടറൊക്കെ മേടിച്ച് കൊടുത്തു. പക്ഷേ നിർബന്ധമായും ആത്മീയത മനസ്സിലാക്കി കൊടുത്താലേ അവരുടെ മനസ്സിനെ എയർ കണ്ടീഷനാക്കാൻ പറ്റുള്ളൂ. മറ്റു സ്വർണം കൊണ്ടുള്ള കൊട്ടാരം കൊടുത്താലും മനഃശാന്തി ഉണ്ടെങ്കിലും ഉറങ്ങാനൊക്കെ ഉള്ളൂ. മറ്റവൻ്റെ വേദന അറിയണം, കഷ്ടപ്പാട് അറിയണം. അതുകൊണ്ട് അങ്ങനെയും മനസ്സിലാക്കി ചോദിക്കുന്ന എല്ലാം കൊടുക്കുന്നതല്ല, തത്വം കൂടെ മനസ്സിലാക്കി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണം. എപ്പോഴും ഏത് കഷ്ടത്തിലും ഏത് പരിധി വന്നാലും പരമാത്മാവിനെ മുറുകെ പിടിക്കുക. ദുഃഖം വന്നപ്പോൾ ഈശ്വരനെ വിളിക്കാൻ തുടങ്ങി, ഈശ്വര തത്വം ഗ്രഹിക്കാൻ തുടങ്ങി, കാരുണ്യം തുടങ്ങി, സഹായിക്കാൻ തുടങ്ങി, വിജയവും വന്നു. അതുപോലെ നമ്മുടെ ആ കുടുംബത്തിൽ നിന്നാണ് ആ സ്നേഹം ഐക്യം ഉണർത്തിയെടുത്ത് അത് നിറഞ്ഞു കഴിഞ്ഞ് ഭൗതികവും ആത്മീയമായവർ വിജയിച്ചു.